നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് കോഴ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ബേസിക് ടേംസിനെ കുറിച്ച് എന്തൊക്കെയാണ് എന്ന് നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം, ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം, ഒരു ബ്രോക്കറിൽ നമ്മൾ അക്കൗണ്ട് എടുക്കണം. അതെങ്ങനെ എടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഡെമോ കാണിക്കാൻ പോകുന്നത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള 2 ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ്. ഒന്ന് സെറോദയും മറ്റൊന്ന് അപ്സ്റ്റോക്സും. അപ്പോൾ ഈ 2 ബ്രോക്കേഴ്സിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു ട്യൂട്ടോറിയൽ പോലെ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. സോ ആദ്യം നമുക്ക് അപ്സ്റ്റോക്സിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്ന് നോക്കാം. സോ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഒരു തരത്തിലുള്ള പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. പ്രൊമോഷൻ ആണെങ്കിൽ ഞാൻ പ്രൊമോഷൻ ആണെന്ന് പറയും. പെയ്ഡ് പ്രൊമോഷൻ എടുക്കുന്നത് വലിയ തെറ്റൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം, നമുക്കും മറ്റുള്ളവർക്കും ദോഷമാവുന്നില്ലെങ്കിൽ, നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് എതിരാകുന്നില്ലെങ്കിൽ ആ കാര്യം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ലിങ്കോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. നിങ്ങൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. പ്രധാനപ്പെട്ട 2 ബ്രോക്കേഴ്സ് മാത്രമേ എനിക്ക് ഇതിനകത്ത് കാണിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട ഏത് ബ്രോക്കേഴ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഒരു ബ്രോക്കേഴ്സിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ട്. അവർക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഏതിലാണ് പേഴ്സണലായിട്ട് ട്രേഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സെറോദയ്ക്കകത്താണ് പേഴ്സണലായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അതിപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ സെറോദയ്ക്കകത്താണ് ട്രേഡ് ചെയ്യുന്നത്. സോ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇപ്പം കോട്ടക് സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ ഏഞ്ചൽ വണ്ണിലോ ജിയോജിത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രോക്കറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. എല്ലാത്തിലും കൂടെ നമുക്ക് ഡെമോ കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 മെയിൻ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ ഡെമോ ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്സ്റ്റോക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് ഈസി കമ്പ്യൂട്ടർ ആയതുകൊണ്ടാണ് ഞാൻ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ അപ്സ്റ്റോക്സ് എന്ന് സെർച്ച് ചെയ്ത് അപ്സ്റ്റോക്സിൻ്റെ ആ ഒരു ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് ഗെറ്റ് OTP എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ വന്നിരിക്കുന്ന ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മൊബൈൽ നമ്പർ തന്നെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ മാനുവലായിട്ട് നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മാനുവലായിട്ട് ഇമെയിൽ ID എൻ്റർ ചെയ്യുകയാണ്. വെരിഫൈ വിത്ത് OTP. ഇപ്പോൾ നമ്മുടെ ഇമെയിലിൽ ഒരു OTP വരും. ആ 6 ഡിജിറ്റ് OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ജെൻഡർ, മെയിലാണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, നിങ്ങൾക്ക് എത്ര നാളത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജോലി ഏത് സെക്ടറിലാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആനുവൽ ഇൻകം, ഒരു ആവറേജ് നിങ്ങളുടെ ആനുവൽ ഇൻകം എത്ര ഉണ്ടെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇവിടെ ഒരു ഡിക്ലറേഷനാണ്, ഐ പേ മൈ ടാക്സസ് ഇൻ ഇന്ത്യ, ഐ ആം നോട്ട് പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ഓർ റിലേറ്റഡ്. 90 ദിവസം 90 ഡേയ്സ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള ഫണ്ട് യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഒരു സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ നമ്മുടെ സിഗ്നേച്ചർ വരച്ചു കൊടുക്കാം, ഡ്രോ ചെയ്ത് നമ്മുടെ മൗസ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലാണെങ്കിൽ ഫോണിൻ്റെ ടച്ച് സ്ക്രീനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ അതിൽ വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് അത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യുക. അടുത്ത നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാൻ കാർഡ് എടുത്തപ്പോൾ നിങ്ങളതിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആസ് പെർ പാൻ കാർഡ് ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അടുത്ത വെരിഫൈ യൂസിങ് ആധാർ ആൻഡ് പാൻ കാർഡ് വിത്ത് ഡിജി ലോക്കർ. അപ്പോൾ ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. സോ നിങ്ങൾക്ക് ഓൾറെഡി ഡിജി ലോക്കർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പാനും ആധാറും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ വിത്ത് ഡിജി ലോക്കർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഈ ക്യാപ്ച അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ഡിജി ലോക്കർ അക്കൗണ്ട് എടുത്തപ്പോൾ അതിൽ ഡിജി ലോക്കറിനൊരു പിൻ നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഡിജി ലോക്കർ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ
അപ്പോൾ ഉള്ള പ്രൊസീജിയർ വേറെ ആയിരിക്കും. ഇത് ഓൾറെഡി ഈ ആധാറിനും പാൻ നമ്പറിൽ ഡിജി ലോക്കർ ഉള്ളതുകൊണ്ടാണ് ആ ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിച്ചത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അപ്സ്റ്റോക്സ് നമ്മുടെ ഡിജി ലോക്കറിൽ നിന്ന് കളക്ട് ചെയ്യും. അത് KYC പർപ്പസിന് വേണ്ടിയിട്ടാണ്. അലോ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡിജി ലോക്കർ അക്കൗണ്ട് അപ്സ്റ്റോക്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കും. ഇനി ഒരു സെൽഫി എടുക്കണം. അതിനായിട്ട് ടേക്ക് എ ഫോട്ടോ എന്നുള്ളത് പ്രസ് ചെയ്യുക. ഈ സർക്കിളിൽ ഗ്രീൻ കാണിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പിക്ചർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. UPI വെച്ച് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഈ QR കോഡ് നിങ്ങളുടെ GPay ആപ്പിലോ അല്ലെങ്കിൽ ഫോൺപേ ആപ്പിലോ സ്കാൻ ചെയ്യുക. അപ്പോൾ ഇത് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ UPI ആപ്പ് ഏത് ബാങ്ക് അക്കൗണ്ടുമായിട്ടാണോ കണക്റ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ UPI ആപ്പിൽ ഏത് ബാങ്ക് അക്കൗണ്ടാണോ പ്രൈമറി അക്കൗണ്ടായിട്ട് സെറ്റ് ആയിരിക്കുന്നത്, ആ അക്കൗണ്ടിലേക്കായിരിക്കും ഇത് ലിങ്ക് ആകുന്നത്. പിന്നീട് ആ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ അപ്സ്റ്റോക്സിലേക്ക് പൈസ ഡിപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും സാധിക്കുള്ളൂ. ഏത് ബാങ്ക് അക്കൗണ്ടാണ് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യേണ്ടത്, ആ അക്കൗണ്ടിൽ നിന്നായിരിക്കണം നിങ്ങളിത് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ QR കോഡ് സ്കാൻ ചെയ്ത് ആ ₹1 പേ ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ആയിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം ഇതൊക്കെ വേണമെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. പക്ഷേ നിങ്ങളൊരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് F&O വേണമെങ്കിൽ. അപ്പോൾ അതിന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ആദ്യത്തെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ഫെച്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതാണ് ഏറ്റവും ഫാസ്റ്റ്. വൺ മണി യൂസ് ചെയ്തിട്ട് അപ്സ്റ്റോക്സ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 6 മാസം സ്റ്റേറ്റ്മെൻറ്റ് കളക്ട് ചെയ്തോളും. നിങ്ങളുടെ മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ആയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ലോഗിൻ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്രൂവ് ഡേറ്റ ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ ഷെയറിംഗ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഒരു 12 സെക്കൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീഡയറക്റ്റ് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് കാര്യമാക്കണ്ട, ഫെയിൽ ടു വെരിഫൈ എന്നത് കാണിക്കും, പക്ഷേ അത് കാര്യമാക്കണ്ട. ഇനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നോമിനി ആഡ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള സ്റ്റോക്സ്, ഫണ്ട് ഇതൊക്കെ ആരുടെ പേരിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആഡ് നൗ കൊടുക്കുക. നിങ്ങളുടെ നോമിനിയുടെ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക. നോമിനിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് കൊടുക്കുക. നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നോമിനിയുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നോമിനിയുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നോമിനിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അത് വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് നോമിനിക്ക് നമുക്ക് ഒന്നിൽ കൂടുതൽ നോമിനി ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ നോമിനിക്ക് എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് പോകണം എന്നാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒറ്റ നോമിനി ഉള്ളതുകൊണ്ട് 100% എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ സൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. സൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുക. NSDL 2.1 വഴിയാണ് നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നത്. I have read the document data I am signing and accept the terms of service. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. വീണ്ടും നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. OTP, അതിനുശേഷം OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ അണ്ടർ റിവ്യൂ ആണ്. ഓൾമോസ്റ്റ് ഒരു 24 hours ഇത് ഓക്കെ ആവും. പിന്നെ മാക്സിമം 3 to 4 days അവർ പറയുന്നുണ്ടെങ്കിലും 24 hours നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണായി കിട്ടുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ സൈൻ ചെയ്ത ഡോക്യുമെൻറ്റ്സൊക്കെ കാണാനും അതിനുശേഷം വെരിഫൈ ചെയ്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ടോട്ടലി അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. 24 hours നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ID നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും അപ്സ്റ്റോക്സിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അപ്സ്റ്റോക്സ് ഓൾമോസ്റ്റ് ഫ്രീ ആയിരുന്നു, പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ₹1 മാത്രം ഒരു ട്രാൻസാക്ഷൻ ചെയ്യേണ്ടി വന്നുള്ളൂ. പക്ഷേ സെറോവയിൽ ഒരു ₹200 അക്കൗണ്ട് ഓപ്പണിംഗ് ഫീ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും.
അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചാർട്ട് അനാലിസിസിലേക്കും ചാർട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എന്താണ് ചാർട്ട്, അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതിനു മുമ്പ് നിങ്ങൾക്കും അത് എൻ്റെ കൂടെ തന്നെ നോക്കി വരണമെങ്കിൽ നിങ്ങൾക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്ന് നമ്മൾ പഠിപ്പിച്ചത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഇല്ലാത്ത ആളുകളൊക്കെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവും, ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope you find this video helpful. If you like this video, please like, share and subscribe. And please don't forget to enable the bell button. I will see you in my next video. I am Adil Hussain, signing off.